മറ്റൊരു കാര്യം പറയുന്നത്, നമ്മൾ തുടക്കം മുതൽ പാർട്ടിയും അംഗീകരിച്ചത് അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ്. ഇതിപ്പം അങ്ങയോടുള്ള ബന്ധത്തിന്റെ കാരണം പണം കൊടുത്ത് കർത്തവായിപ്പോൾ അത് അങ്ങേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളത് വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. കമല ഇന്റർനാഷണൽ വിട്ടോ? അല്ല, കമല ഇന്റർനാഷണൽ വിട്ടോ? കമല ഇന്റർനാഷണൽ വിട്ടോന്ന്? ഈ താങ്കളുടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗൺമാൻമാർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ MR കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. MR കുമാർ ആ സമയത്ത് താങ്കളുടെ ഗൺമാൻമാർക്ക് വേണ്ടി കേസ് ഒതുക്കി തീർത്തു എന്നാണ് SIT കണ്ടത്. ആ കാര്യത്തില് സാധാരണ നില വിട്ടുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. എൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന പരിചയത്തിൽ പറഞ്ഞാൽ സാധാരണ നില വിട്ടിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അതിൽ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നില വിട്ടുള്ള ചില നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി പറയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം, കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ഞാൻ കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ? അജിത് കുമാറിന്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്നല്ല, ഗവൺമെന്റ് നിശ്ചയിച്ച നടപടികളുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് ചിലരെല്ലാം വലിയ താല്പര്യത്തോടെ അതിനെ പിന്താങ്ങാൻ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ആ നിലയല്ല എനിക്ക് ആ കാര്യത്തിലുള്ളത്. തുടർച്ചയായി ചില കേസുകളാണ് അന്നത്തെ സർക്കാരിന്റെ കാലത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം ഇങ്ങനെ രൂപീകൃതമായി കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓരോന്ന് വരുമ്പോൾ അല്ലേ നോക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ് ചെയ്യാൻ നമുക്ക് എന്നിട്ട് പറയാം. അപ്പൊ നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? ശരി.